മദ്യനയത്തിൻ്റെ കാര്യമാണ് CM പറഞ്ഞത്. അങ്ങ് ഈ മദ്യനയം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. 2018 അങ്ങ് എടുത്ത ഒരു ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ മദ്യനയം കൊണ്ടുവന്നത്. ഇവിടെ രണ്ട് പ്രശ്നം സിമ്പിളാണ്. കൊക്കക്കോളയെ പൂട്ടിച്ചവരാണ് പാലക്കാട്ടെ ജനങ്ങളും നിങ്ങളും. അവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താണ്? കുടിവെള്ളമില്ല. മഴനിഴൽ പ്രദേശമാണ്. കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ തലയിൽ ഓവർസീസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരു വർഷം കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? 2, അങ്ങ് പറഞ്ഞു എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഈ കമ്പനിയെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ എണ്ണ കമ്പനികൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന എത്തനോൾ നിർമ്മാണത്തിനാണ്. എത്തനോൾ കാരണം പെട്രോളിനും ഡീസലിനും എത്തനോൾ മിക്സ് ചെയ്യണം, അത് ആവശ്യമുണ്ട്. അതിനാണ് എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടി ഈ കമ്പനിക്ക് അനുവാദം കൊടുത്തത്. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതിനു വേണ്ടി തന്നെയാണ്. അല്ലാണ്ട് അങ്ങ് പറഞ്ഞിട്ടുള്ള ബ്രാൻഡി നിർമ്മാണമോ അതോടൊപ്പം തന്നെ സ്പിരിറ്റ് നിർമ്മാണമോ മറ്റു കാര്യങ്ങൾക്കല്ല ഇവരെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അത് പറയുന്നത് ഈ കമ്പനിക്ക് അനുകൂലമായി പറയുന്ന വാദം മാത്രമാണ്. അപ്പം ജനങ്ങൾ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നു. മഴനിഴൽ പ്രദേശമാണ്. അവിടെ പഞ്ചായത്ത് പോലും അറിയാതെ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇവിടെ പ്രശ്നം. പിന്നെ അങ്ങ് പറഞ്ഞ് ടെൻഡർ വിളിക്കുമെന്ന്. അച്യുതമേനോന്റെ ഗവൺമെന്റ് കാലത്ത് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 999 ഓർഡർ വന്നത്. അങ്ങ് പരിശോധിച്ച് നോക്കുക. ഇത്രയും വലിയൊരു പദ്ധതി അവിടെ വരുമ്പോൾ ആരും അറിയാതെ ഒരു കമ്പനിയെ വിളിച്ചിട്ട് അവർക്കത് കൊടുക്കുന്നതിലുള്ള അപാകതയും അഴിമതിയും തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് വാസ്തവമല്ലെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും. ഇതിൽ അങ്ങ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് ഉള്ള ധാരണയിൽ തന്നെ കേരളത്തിൻ്റെ താല്പര്യവും കൂടി അല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നീങ്ങണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. അത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഈയൊരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഒരു കമ്പനി വരുമ്പോൾ സാധാരണഗതിയിൽ അതിന് ടെൻഡറിന് പോകില്ല. ഇപ്പോൾ ഒരു വ്യവസായ യൂണിറ്റ് സ്ഥാപിക്കാൻ വേണ്ടി ടാറ്റ വരുന്നെന്ന് വിചാരിക്കുക. ടാറ്റയോട് നിങ്ങൾ ഞങ്ങൾ ടെൻഡർ വിളിക്കട്ടെ, എന്നിട്ട് നിങ്ങളെ കാറിൻ്റെ നിർമ്മാണം ഇവിടെ നടത്താൻ പറ്റുമെന്ന് ആലോചിക്കാമെന്ന് പറയും. അപ്പോൾ അത് ശരിയായ പദ്ധതിയാണോ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ എന്നതാണല്ലോ പരിശോധിക്കുക. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഇനിയും വന്നാൽ ഇനിയും നൽകുമെന്നുള്ളത് തന്നെയാണ് ഈ നയത്തിൻ്റെ അർത്ഥം. അപ്പം ഇവിടെ അങ്ങ് പ്രകടിപ്പിച്ച ആശങ്ക വെള്ളത്തിൻ്റെതാണ്. വെള്ളത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. അവിടെയുള്ള കൃഷിക്കാരുടെ, കുടിവെള്ളം വേണ്ടവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടപടി നടപ്പാക്കുക. ഒരാശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. ഏതായാലും ഇതിന് നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഒരു പദ്ധതി എന്ന നിലക്കാണ് ഇതിനെ കാണേണ്ടത്. അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.